ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവുകളാണ് ഇന്ന് പറയുന്നത്. ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ദുഃഖവും ടെൻഷനും കൊണ്ടും വസ്വാസ് കൊണ്ടും ബുദ്ധിമുട്ടുന്നവർ, മറവി രോഗമുള്ളവർ, അതുപോലെ തന്നെ പൈശാചികമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാവരും ഈ കാര്യം അറിഞ്ഞിരിക്കുക. ബാത്റൂമിൽ നാം ശ്രദ്ധിക്കേണ്ട മര്യാദയെക്കുറിച്ചാണ് പറയുന്നത്. ബാത്റൂമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അവ ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം ഉണ്ടാകും. ആ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം പറയുന്നത്. ആദ്യമായി നാം ഓരോരുത്തരും മനസ്സിലാക്കുക, ബാത്റൂം ശൈത്താന്റെ വീടാണ്. അതുകൊണ്ടാണ് ബാത്റൂമിൽ പോകുമ്പോൾ നാം ഒരുപാട് മര്യാദയോടെ അവിടെ പ്രവേശിക്കണം. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട 11 കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ബാത്റൂമിൽ പോയി നാം ഒരുപാട് സമയം ചെലവഴിക്കുകയാണെങ്കിൽ അവർക്ക് പൈൽസ് പോലത്തെ രോഗം അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത് പരീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ബാത്റൂമിൽ നിന്ന് നഗ്നമായി കുളിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ബാത്റൂമിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ, ചിലർ പാട്ട് പാടുന്നവരുണ്ട് ബാത്റൂമിൽ നിന്ന്, അല്ലെങ്കിൽ സംസാരിക്കുന്നവരുണ്ട്. ഇവർക്ക് അല്ലാഹു കഠിനമായ ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കും. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, കാഷ്ടിക്കുന്ന സമയത്താണ് അധികം ആളുകളും പല്ല് തേക്കുന്നത്. ചില ആളിപ്പോൾ രാവിലെ നേരെ ബെഡിൽ നിന്ന് എണിച്ച് ബാത്റൂമിൽ പോയി ഓഫീസിലേക്കോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ തിരക്ക് പിടിച്ച ഈ സമയത്ത് ഇവർ ചെയ്യുന്നതാണ്, ഇവർക്ക് കുറഞ്ഞ ആ ടൈമിനുള്ളിൽ കാഷ്ടിക്കുന്ന ഇടയിൽ തന്നെ ഈ പല്ല് തേക്കുന്നതും ചില പ്രവണത ചില ആൾക്കാർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർ കാഷ്ടിക്കുന്നയോ മൂത്രിക്കുന്ന സമയത്തോ പല്ല് തേക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ മറവി രോഗം ഉണ്ടാവുകയും അതുപോലെ തന്നെ അവർക്ക് കണ്ണിന്റെ കാഴ്ച ശക്തി പെട്ടെന്ന് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പിന്നെ അഞ്ചാമത്തെ കാര്യം, ടോയ്ലറ്റിൽ ഇരുന്ന് കാഷ്ടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന സമയത്തോ മൂക്ക് വൃത്തിയാക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്താൽ, മൂക്ക് വൃത്തിയാക്കുകയോ ചെയ്താൽ അവർക്ക് ടെൻഷൻ മാറുകയില്ല. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം, മോതിരം ധരിക്കുന്നവർ ധരിച്ച മോതിരം അവർ ഈ ടോയ്ലറ്റിൽ ഇരുന്ന് അവിടെ നിന്ന് കയ്യിലുള്ള മോതിരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും ശൈത്താന്റെ ഉപദ്രവം അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് ആയിരിക്കും. ശൈത്താന്റെ ഇടങ്ങേറ് കൊണ്ട് ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം, മലമൂത്ര വിസർജനത്തിൽ തുപ്പുക. ഇങ്ങനെ ചെയ്താൽ അവർക്ക് മറവി രോഗം ഉണ്ടാവുകയും വസ്വാസ് രോഗമുണ്ടാവുകയും അതുപോലെ തന്നെ വായിൽ കുരുക്കൾ പോലത്തെ അസുഖം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇനി എട്ടാമത്തെ കാര്യം, ബാത്റൂമിൽ നാം പോകുമ്പോൾ ചെരുപ്പ് ധരിക്കാതിരുന്നാൽ അവർക്ക് കാലിന് ആണി രോഗം പോലത്തെ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കപ്പെടുന്നതാണ്. ഒമ്പതാമത്തെ കാര്യം, ബാത്റൂമിൽ വെച്ച് വുളൂഹ് ചെയ്യൽ. സ്ഥിരമായി ബാത്റൂമിൽ വെച്ച് വുളൂഹ് ചെയ്താൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കുന്നതാണ്.
നാം ബാത്റൂമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10ാമത്തെ കാര്യം, ഇടത്തേക്കാൽ വെച്ചാണ് ഒരാൾ ബാത്റൂമിലേക്ക് പോകേണ്ടത്. ഇനി വലത്തേക്കാൽ വെച്ച് ഒരു ബാത്റൂമിൽ പ്രവേശിച്ചാൽ അവരിലേക്ക് അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ 11ാമത്തെ കാര്യം, ബാത്റൂമിന്റെ ഡോർ അടച്ചു വെക്കുക. ഡോർ ഓപ്പൺ ചെയ്തു വെച്ചാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാവുകയും പല രോഗങ്ങൾക്ക് ആ വീട്ടുകാർ അടിമപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒരാൾ ആവർത്തിച്ച് ജീവിതത്തിൽ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. ബാത്റൂം സംബന്ധമായ അറിവുകൾ എല്ലാവരും പഠിക്കുക, ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാ ശർറുകളും തട്ടി ദൂരത്താക്കട്ടെ. നമ്മുടെ ഈ ചാനൽ വീക്ഷിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ദുആ കൊണ്ട് കമന്റിലൂടെ ദുആ ചെയ്യാൻ ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ട്. അവരുടെ എന്ത് ഉദ്ദേശമാണെങ്കിലും ആ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു മോചനം നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. സന്തോഷവും റാഹത്തുള്ള ജീവിതം അല്ലാഹു നൽകട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തു കൊടുക്കട്ടെ. നല്ല ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.